മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വില്ലനായിരുന്നു അന്തരിച്ച നടൻ മോഹൻരാജ്. കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രമാണ് മോഹൻരാജിനെ പ്രശസ്തനാക്കിയത്. തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളം സ്വദേശിയായിരുന്നു മോഹൻരാജ്. സുകുമാരൻ നാടാരുടെയും പങ്കജാക്ഷി അമ്മയുടെയും രണ്ടാമത്തെ മകനായാണ് മോഹൻരാജ് ജനിച്ചത്. അദ്ദേഹത്തിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു: ചന്ദ്രൻ, ശിവപ്രസാദ്, ജയകുമാർ, പ്രേംലാൽ എന്നിവർ. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. പട്ടാളത്തിൽ ചേരുക എന്നതായിരുന്നു മോഹൻരാജിന്റെ ആഗ്രഹം. 20-ാം വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്നെങ്കിലും സ്പോർട്സ് കളിക്കുന്നതിനിടെ കാലിന് പരിക്കേറ്റതിനാൽ അവിടെ നിന്ന് പോകേണ്ടി വന്നു. തുടർന്ന് ഒന്നിലധികം മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും വിവിധ നിയമനങ്ങൾ ലഭിക്കുകയും ചെയ്തു. ആദ്യം കസ്റ്റംസ് വകുപ്പിൽ ചേർന്നു. കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 2ാം റാങ്കും നേടിയിരുന്നു. എന്നിരുന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി സ്ഥാനം ലഭിച്ച ശേഷം കസ്റ്റംസിലെ ജോലി അദ്ദേഹം രാജിവെച്ചു. എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലെത്തിയത്. കഴുമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. അതിനുശേഷം ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. സുഹൃത്തുകൂടിയായ സംവിധായകൻ കലാധരനാണ് മോഹൻരാജിനെ സിബി മലയിലിനും ലോഹിതദാസിനും പരിചയപ്പെടുത്തിയത്. കിരീടത്തിലെ പ്രധാന വില്ലനെ അവതരിപ്പിക്കാനിരുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്ന് മോഹൻരാജിന് നറുക്ക് വീണു. അത് വഴിത്തിരിവായി. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഗംഭീര വില്ലന്മാരിൽ ഒരാളായി കീരിക്കാടൻ ജോസ്. അതോടെ മോഹൻരാജിന്റെ ജീവിതവും മാറി. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനായി. 2 ജാപ്പനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചു. കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങേണ്ടിയിരുന്നു. അതില്ലാതെയാണ് മോഹൻരാജ് സിനിമയിൽ അഭിനയിച്ചത്. അതിൻ്റെ പേരിൽ സസ്പെൻഷൻ കിട്ടി. അന്നു തുടങ്ങിയ നിയമപോരാട്ടം അവസാനിച്ചത് 20 വർഷത്തിന് ശേഷമാണ്. 2010-ൽ ജോലി തിരികെ ലഭിച്ചെങ്കിലും പിന്നീട് രാജിവെച്ചു. പട്ടാളത്തിലായിരിക്കെ കാൽമുട്ടിനേറ്റ പരിക്ക് പിൽക്കാലത്ത് അലട്ടിയിരുന്നു. കിരീടം, ചെങ്കോൽ, കനൽക്കാറ്റ്, മറുപുറം, ആമിന ടൈലേഴ്സ്, നരസിംഹം, 6-ാം തമ്പുരാൻ, മായാവി, മിമിക്സ് പരേഡ് തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. മോഹൻരാജിന്റെ ഭാര്യയുടെ പേര് ഉഷ എന്നായിരുന്നു. അവർക്ക് 2 പെൺമക്കളുണ്ട്, ജയ്ഷ്മയും കാവ്യയും. മോഹൻരാജ് ഇന്നലെ, അതായത് 2024 ഒക്ടോബർ 3 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അന്തരിച്ചു. ഏറെ നാളുകളായി ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ സജീവമായിരുന്നില്ല. ഏറെ നാളുകളായി പാർക്കിൻസൺസ് രോഗം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ മോഹൻരാജ് ആയുർവേദ ചികിത്സയ്ക്കായി 1 വർഷം മുൻപാണ് കാഞ്ഞിരംകുളത്ത് എത്തിയത്. കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അഭിനയത്തിന്റെ നെറുകയിലെത്തിയ ഒരു കലാകാരന് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലെ ഹൃദയസ്പർശിയായ കുറിപ്പിൽ പറഞ്ഞു. മോഹൻലാലിന്റെ വാക്കുകൾ: കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു. സേതുവിനെ അഭിമുഖീകരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നും നല്ലപോലെ ഓർക്കുന്നു. കണ്ണീരോടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വ്യക്തിജീവിതത്തിൽ നന്മയും വിനയവും കാത്തുസൂക്ഷിച്ച എൻ്റെ പ്രിയ സുഹൃത്തിന് വിട, മോഹൻലാൽ പറഞ്ഞു.